കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 37 പേരുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം കണ്ണൂരിൽ TO മോഹനന്റെ പേരാണുള്ളത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മളതൊക്കെ സൂചിപ്പിച്ചതാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 37 പേരുടെ പട്ടികയാണ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. പെരുമ്പാവൂരിൽ മനോജ് മുത്തേടൻ മത്സരിക്കും. പെരുമ്പാവൂരും നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. എൽദോസ് കുന്നപ്പള്ളി ആ സീറ്റിന് വേണ്ടിയിട്ട് നേതൃത്വത്തെ പോയി കാണുകയും ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സീറ്റ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കായംകുളത്ത് M. ലിജു സ്ഥാനാർത്ഥിയാകും. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആറന്മുളയിൽ അബിൻ വർക്കി, ആലപ്പുഴയിൽ AD തോമസ് എന്നിവർ മത്സരിക്കും. കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ ഒരു പട്ടികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇതിപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളുമായോ? അമൃത, കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. വലിയ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും മാരത്തോൺ ചർച്ചകളും അർദ്ധരാത്രി 3 മണിക്കൂറിലേറെ പിന്നിട്ട ചർച്ചകളുമെല്ലാം നടത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. 40 സ്ഥാനാർത്ഥികളെയാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിൽ 37 സ്ഥാനാർത്ഥികളുടെ പേരുകളും ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഉറ്റുനോക്കിയ ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണൂരാണ്. കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച, താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മണ്ഡലം കണ്ണൂരിൽ അഡ്വക്കേറ്റ് TO മോഹനെയാണ് സ്ഥാനാർത്ഥിയായി AICCയുടെ ഔദ്യോഗിക പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് അടൂർ പ്രകാശ് മത്സരിക്കാൻ താല്പര്യമറിയിച്ച കോന്നി മണ്ഡലത്തിൽ പ്രൊഫസർ സതീശൻ കൊച്ചുപറമ്പിലാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉദുമയിൽ K. നീലകണ്ഠൻ, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ, കല്യാശ്ശേരിയിൽ രാജീവ് കപ്പച്ചേരി, കണ്ണൂരിൽ TO മോഹനൻ, മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി, പട്ടാമ്പിയിൽ TP ഷാജി, ഷൊർണൂർ P. ഹരിഗോവിന്ദൻ, കുന്നംകുളത്ത് അജയ് മോഹൻ, വടക്കാഞ്ചേരിയിൽ വൈശാഖ് നാരായണസ്വാമി, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, വൈപ്പിനിൽ ടോണി ചമ്മണി, കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്, തൃപ്പൂണിത്തറയിൽ ദീപക് ജോയ്, ദേവികുളം F. രാജ, ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കിയിൽ റോയ് K. പൗലോസ്, പീരുമേട് സിറിയക് തോമസ്, ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ്, കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ റോണി K. ബേബി, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ MJ, ആലപ്പുഴയിൽ AD തോമസ്, കായംകുളത്ത് M. ലിജു, ചെങ്ങന്നൂരിൽ AB കുര്യാക്കോസ്, റാന്നിയിൽ പഴകുളം മധു, ആറന്മുളയിൽ അബിൻ വർക്കി, കൂടാതെ അടൂരിൽ ശാന്തകുമാർ, ചടയമംഗലത്ത് MM നസീർ, വർക്കലയിൽ വർക്കല കഹാർ, നെടുമങ്ങാട് മീനാക്കൽ കുമാർ, കൂടാതെ വാമനപുരത്ത് സുധീർ ഷാ പാലോട്, കഴക്കൂട്ടത്ത് ശരത് ചന്ദ്ര പ്രസാദ്, നേമത്ത് KS ശബരിനാഥ് മത്സരിക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാറും, പാറശാലയിൽ നെയ്യാറ്റിൻകര സനലും, കാട്ടാക്കടയിൽ MR ബൈജുവും, ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയിൽ N. ശക്തൻ നടാരുമാണ് സ്ഥാനാർത്ഥികൾ. 37 പേരുടെ പേരുകളാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഉറ്റുനോക്കിയ 2 മണ്ഡലങ്ങൾ കോന്നി, ഒപ്പം തന്നെ കണ്ണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് MP-മാർക്ക് ആർക്കും തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാനായിട്ടില്ല. അത് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപിത നയം അത് നടപ്പാക്കിയിരിക്കുകയാണ്. സുധാകരൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 37 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.